ദൈവത്തിന് മഹത്വം. ആഴ്ചവട്ടത്തിൻ്റെ ഒന്നാം ദിവസം കർത്തൃ ദിവസത്തിൽ ചേർന്ന് ദൈവത്തെ ആരാധിപ്പാൻ ദൈവം ഒരു പ്രാവശ്യം കൂടെ നമുക്ക് സാവകാശം തന്നതിനാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഈ മലയാളം സർവീസിലേക്ക് നിങ്ങളെ ഓരോരുത്തരെയും ഞാൻ സ്വാഗതം ചെയ്യുകയായിരുന്നു. കഴിഞ്ഞ ആഴ്ച ദൈവം നമ്മളെ പരിപാലിച്ചു, കണ്ണിൻമണി പോലെ ദൈവം നമ്മളെ കാത്തു പരിപാലിച്ചതിനാൽ ദൈവത്തെ നന്ദി പറയുകയും സ്തുതിക്കുകയും ചെയ്യേണ്ട ഒരു ദിവസമാണല്ലോ ഇന്ന്. നമ്മൾ ഒരുമിച്ച് ദൈവത്തെ ആരാധിക്കുവാനും പാടുവാനും ദൈവത്തിൻ്റെ വചനം കേൾക്കുവാനും ഒക്കെ നമ്മൾ പോകുകയാണ്. നിങ്ങൾ എവിടെ ആയിരിക്കുന്നു, നിങ്ങൾ ഏത് സ്ഥലങ്ങളായിരിക്കുന്നു, അവിടെ ഹൃദയംഗമായി ദൈവത്തിൻ്റെ കരങ്ങളിൽ നിങ്ങളുടെ ഹൃദയത്തെ ഭരമേൽപ്പിച്ച് ഒരുമിച്ച് നമുക്ക് ദൈവത്തെ ആരാധിക്കാം. ഒരു നിമിഷം നമുക്ക് കണ്ണുകളെ അടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഈ നല്ല സമയത്തിനായി അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, കഴിഞ്ഞ ആഴ്ച ഞങ്ങളെ കാത്തു പരിപാലിച്ച അങ്ങയുടെ വൺ ഡേക്കായി അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. വീണ്ടും കർത്താവെ ഒരു ഉയർപ്പിൻ പ്രഭാതം ഞങ്ങളുടെ ജീവിതത്തിൽ തന്നതിനായി അങ്ങേ സ്തുതിക്കുന്നു. ഞങ്ങൾ ഒരുമിച്ച് കർത്താവെ പലയിടത്തായിരിക്കെങ്കിലും കർത്താവെ അങ്ങയുടെ സാന്നിധ്യം കർത്താവെ ഞങ്ങളെ നിറയ്ക്കുമാറാകണമേ. ഞങ്ങൾ പാടുമ്പോഴും കർത്താവെ, ഞങ്ങൾ സ്തുതിക്കുമ്പോഴും കർത്താവെ, ഞങ്ങൾ വചനം കേൾക്കുമ്പോഴും കർത്താവെ ഞങ്ങളുടെ അകത്തെ മനുഷ്യൻ കർത്താവ് ബലപ്പെടുവാൻ സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, കൊയറിനെ ദൈവത്തിൻ്റെ കരങ്ങളെ ഏൽപ്പിക്കുന്നു, പാടുന്ന ദൈവത്തിൻ്റെ ദാസനെ ദൈവത്തിൻ്റെ കരങ്ങളെ ഏൽപ്പിക്കുന്നു. കർത്താവെ, ദൈവത്തിൻ്റെ വചനം കർത്താവെ തരുന്ന അങ്ങയുടെ ദാസനെ ദൈവത്തിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. കർത്താവെ, എല്ലാവരും ദൈവത്തിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. അങ്ങ് മാത്രം മാനവും മഹത്വം എടുത്താട്ടെ, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ, ആമേൻ. ഇന്ന് നമ്മുടെ മധ്യേ വർഷിപ്പ് ലീഡ് ചെയ്യുവാൻ വന്നിരിക്കുന്നത് പാസ്റ്റർ ബ്ലെസൻ ബി സാം ആണ്. ബ്ലെസൻ ബി സാം ക്രോസ് വേ AG ചർച്ചിലെ അസിസ്റ്റൻറ്റ് പാസ്റ്ററാണ്. നമ്മുടെ കൂടെ വന്നതിൽ ഞാൻ സന്തോഷിക്കുന്നു. എൻ്റെ ഒരു സുഹൃത്തും എൻ്റെ ഒരു സഹോദരനും കൂടെയാണ്. സോ ബ്ലെസൻ ബി സാമിനെ വർഷിപ്പ് ലീഡ് ചെയ്യാൻ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ പകൽ നേരം ക്രോസ് കൾച്ചർ AG ചർച്ചിൻ്റെ മലയാളം കോൺഗ്രിഗേഷനോട് ചേർന്ന് ദൈവത്തെ ആരാധിക്കുവാൻ ദൈവം എനിക്ക് തരുന്ന ഈ നല്ല അവസരത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അതുമാത്രമല്ല, എന്നെ ഇവിടെ ക്ഷണിച്ച ബഹുമാനപ്പെട്ട കർത്തൃദാസൻ പാസ്റ്റർ ജാമലിനും എൻ്റെ സ്നേഹത്തെയും നന്ദിയും രേഖപ്പെടുത്തുന്നു. ഇന്ന് പകൽ നേരം നിങ്ങൾ ഏത് സാഹചര്യത്തിലിരുന്നാലും ശരി, പരിശുദ്ധാത്മാവ് നമ്മുടെ അടുത്തുള്ളത് കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ സംഭവിക്കും. എനിക്കറിയത്തില്ല നിങ്ങൾ ഏത് സാഹചര്യത്തിൽ കടന്നു പോകുന്നെന്ന്, പക്ഷെ ഒരു കാര്യം എനിക്കറിയാം, പരിശുദ്ധാത്മാവ് എവിടെ ഉണ്ടോ അവിടെ വിടുതലുണ്ട്. ഹല്ലേലൂയ. ഇന്ന് നിങ്ങൾ ഏത് സാഹചര്യത്തിലിരുന്നാലും, ചിലപ്പം നിങ്ങളുടെ ഷാറ്റർഡ് ഡ്രീംസ് ആയിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ മനസ്സ് നൊന്തുപോയിരിക്കാം. അല്പനേരം നമ്മൾ ദൈവത്തെ ആരാധിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ചില മാറ്റങ്ങൾ സംഭവിക്കും. ഹല്ലേലൂയ. അല്പനേരം നമ്മുടെ കണ്ണുകൾ അടച്ച് നമ്മുടെ കരത്തിനെ സ്വർഗ്ഗത്തിന് നേരായി ഉയർത്തി നമ്മളെ സൃഷ്ടിച്ച ദൈവത്തിനെ നമുക്ക് ഒന്ന് നന്ദി പറയാമോ? ദൈവം നമുക്ക് ചെയ്ത എല്ലാ നന്മകളെയും ഓർത്ത് ദൈവത്തിന് നമുക്ക് സ്തുതിക്കാം. ദൈവത്തിൻ്റെ സന്നിധിയിൽ കയറുമ്പോൾ സ്തുതിയോടും നന്ദിയോടുമാണ് ദൈവത്തിൻ്റെ സന്നിധിയിൽ വരേണ്ടത്. പരിശുദ്ധമില്ലാതെ ദൈവത്തിനെ ദർശിക്കാൻ പറ്റത്തില്ല. ഈ പകൽ നേരം നിങ്ങളുടെ ജീവിതത്തിൽ വന്നുപോയ എല്ലാ കുറവുകളെയും യേശുവോട് പറഞ്ഞ്, യേശുവേ എന്നെ ക്ഷമിക്കണമേ എന്ന് പറയാമോ? Hallelujah. We thank you, Holy Spirit. You are Jehovah Mekadesh. You are a sanctifier, O Lord. ഈ പകൽ നേരം ഞങ്ങളെ പരിശുദ്ധമാക്കണമേ. അങ്ങയുടെ രക്തത്താൽ കഴുകി ഞങ്ങളെ പരിശുദ്ധമാക്കണമേ. Hallelujah. എല്ലാവരും കരങ്ങളെ ഉയർത്തി. ഹല്ലേലൂയ. അവൻ അത്യുന്നതനാണ് ദൈവമാണ്, മഹോന്നത ദൈവമാണ്. ഈ പകൽ നേരം നമ്മുടെ കരമുയർത്തി ദൈവത്തിനെ ഒന്ന് ആരാധിക്കാമോ? ഹല്ലേലൂയ. അത്യുന്നതൻ മഹോന്നതൻ യേശുവേ നീയേ, മാനമും മഹത്വവും നിനക്ക് മാത്രമേ. എല്ലാവരും ചേർന്ന് അത്യുന്നതൻ മഹോന്നതൻ യേശുവേ നീയേ, മാനമും മഹത്വവും നിനക്ക് മാത്രമേ. മാറാത്ത മിത്രമേശു
എൻ്റെ ദേവാദിദേവനേശു, നിത്യമാം ദൈവമേശു, എൻ്റെ രാജാതിരാജനേശു. കരമുയർത്തി പറയാം. ഓ പാടിടും ഞാൻ, ഘോഷിക്കും നിന്നാമം എത്ര ഉന്നതം. പാടിടും ഞാൻ, ഘോഷിക്കും നിൻ സ്നേഹം എത്ര മാതി. പാടിടും പാടിടും ഞാൻ, ഘോഷിക്കും നിൻ നാമം എത്ര ഉന്നതം. പാടിടും ഞാൻ, ഘോഷിക്കും നിൻ സ്നേഹം എത്ര മാധുര്യം. ലോകത്തില് ആരേക്കാളും ഞാൻ യേശുവിനെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നവർ എത്ര പേരുണ്ട്? യേശു തൻ്റെ ജീവനെ കൊടുത്താണ് നമ്മളെ സ്നേഹിച്ചത്. ഈ ലോകത്തിൽ ഏത് സ്നേഹത്തെക്കാളും വലിയ സ്നേഹമാണ് യേശുവിൻ്റെ സ്നേഹം. ഈ പകൽ നേരം യേശുവിനെ ഒന്ന് ആരാധിക്കാമോ? ഹല്ലേലൂയ, ആമേൻ. We thank you Jesus. അങ്ങേ പോലെ സ്നേഹിച്ചിടാൻ ആരുള്ളൂ യേശുവേ, ആശ്രയിപ്പാൻ ഒരേ നാമം യേശുവിൻ നാമമേ. പറഞ്ഞാട്ടെ. അങ്ങേ പോലെ സ്നേഹിച്ചിടാൻ ആരുള്ളൂ യേശുവേ, ആശ്രയിപ്പാൻ ഒരേ നാമം യേശുവിൻ നാമമേ. നല്ല സ്നേഹിതനായി യേശു എൻ കൂടെ ഉള്ളതാ, എന്തോരാനന്ദമേ നാദ ജീവിത സൗഭാഗ്യമേ. പാടിടും, ചേർന്ന് പറയാം. പാടിടും ഞാൻ, ഘോഷിക്കും നിൻ നാമം എത്ര ഉന്നതം. ഓ പാടിടും ഞാൻ, ഘോഷിക്കും നിൻ നാമം എത്ര മാധുര്യം. പാടിടും പാടി ശകനമ സചിരമ. ഹല്ലേലൂയ, നിൻ നാമം എത്ര പാടിടും പാടിടും ഞാൻ, ഘോഷിക്കും നിൻ സ്നേഹം എത്ര മാധുര്യം. യേശു എൻ്റെ സ്നേഹിതൻ. ഒന്ന് പറഞ്ഞാട്ടെ. യേശു, ഹേ യേശു, ഓ എൻ്റെ പ്രാണ പ്രിയൻ യേശുവേ. യേശു എൻ്റെ സ്നേഹിതൻ. ഓ ഹല്ലേലൂയ, എൻ്റെ പ്രാണ പ്രിയൻ. സുഖമുള്ള കാലത്തും കണ്ണുനീർ നേരത്തും യേശു മാത്രം മതി. പറയാമോ? സുഖമുള്ള കാലത്തും കണ്ണുനീർ നേരത്തും യേശു മാത്രം മതി. എൻ്റെ ഭാരം ചുമക്കുന്നവൻ യേശു, എന്നെ നന്നായി അറിയുന്നവൻ, എന്നെ നന്നായി അറിയുന്നവൻ യേശു, എൻ്റെ ഭാരം ചുമക്കുന്നവൻ യേശു, എന്നെ നന്നായി അറിയുന്നവൻ
യേശു. സുഖമുള്ള കാലത്തും കണ്ണുനീർ നേരത്തും യേശു മാത്രം മതി. സുഖമുള്ള കാലത്തും കണ്ണുനീർ നേരത്തും യേശു മാത്രം. ആ കരമൊന്ന് ചലിപ്പിച്ചുകൊണ്ട് പറയാം, യേശുവേ, യേശു എൻ്റെ പ്രാണപ്രിയൻ. ഓ യേശു എൻ്റെ സ്നേഹിതൻ. യേശുവേ, യേശു എൻ്റെ സ്നേഹിതൻ. യേശുവേ, യേശു എൻ്റെ പ്രാണപ്രിയൻ. സുഖമുള്ള കാലത്തും കണ്ണുനീർ നേരത്തും യേശു മാത്രം മതി. പറയാമോ? സുഖമുള്ള കാലത്തും കണ്ണുനീർ നേരത്തും യേശു മാത്രം മതി. ആരാധന ആരാധന. ആരാധിക്കാം ചേർന്ന്. Come on. ഓ ആരാധന ആരാധന ആരാധന. ഓ ആരാധന യേശുവേ, ആരാധന. ചേർന്ന് ആരാധിക്കാമോ? Come on. ആരാധന ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ. ആരാധന അങ്ങേക്ക്. ഓ ഹല്ലേലൂയ ഹല്ലേലൂയ. ആരാധന അങ്ങേക്ക്. നമ്മുടെ കരമടിച്ച് ദൈവത്തിന് സ്തുതിക്കാമോ? ഹല്ലേലൂയ. Thank you, Holy Spirit. We worship your name. Amen. Hallelujah. നമുക്കെല്ലാവർക്കും അറിയാം, റെയിൻബോയിൽ 7 കളറുണ്ട് അല്ലേ? വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ, ഗ്രീൻ, യെല്ലോ, ഓറഞ്ച്, റെഡ്. ഈ 7 കളറും ഒന്നോടൊന്ന് കണക്റ്റഡ് ആണ്. പക്ഷേ there is no demarcation. ഒന്നോടൊന്ന് മിക്സ് ആകത്തില്ല. അതുപോലെയാണ് പ്രൈസും വേർഷിപ്പും താങ്ക്സ് ഗിവിങ്ങും. എല്ലാം ഇട്ട് പല നേരത്തിൽ നമ്മൾ എല്ലാത്തിനും മിക്സ് ചെയ്യും. ബൈബിൾ പറയുന്നു, എൻ്റർ ഹിസ് ഗേറ്റ്സ് വിത്ത് താങ്ക്സ് ഗിവിങ് ആൻഡ് കോർട്ട് വിത്ത് പ്രൈസ്. അപ്പം ദൈവസന്നിധിയിൽ കടന്നു പോകുമ്പോൾ എങ്ങനെയാണ് പോകേണ്ടത്? സ്തുതിയോടും നന്ദിയോടുമാണ്. പ്രൈസ് റിലേറ്റ്സ് ടു ഗോഡ്സ് ഗ്രേറ്റ്നെസ്. സ്തുതി എന്ന് പറയുമ്പോൾ ദൈവം ചെയ്ത മഹത്വങ്ങളൊക്കെ പാടുന്നതാണ്. താങ്ക്സ് ഗിവിങ് റിലേറ്റ്സ് ടു ഗോഡ്സ് ഗുഡ്നെസ്. ദൈവം നമുക്ക് ചെയ്ത കാര്യങ്ങളെ ഓർത്ത് ദൈവത്തെ പാടുന്നതാണ്. പക്ഷെ വേർഷിപ്പ് റിലേറ്റ്സ് ടു ഗോഡ്സ് ഹോലിനെസ്. ആമേൻ. പലപ്പോഴും ദൈവസന്നിധിയിൽ നമ്മൾ കടന്നു വരും, പക്ഷെ ദൈവത്തെ ആരാധിക്കത്തില്ല. ആരാധന എന്ന് പറയുന്നത് അട്രൻസ് ഓഫ് മൗത്ത് അല്ല, ഇറ്റ്സ് ആൻ ആറ്റിറ്റ്യൂഡ്. നിങ്ങൾ ഏത് സാഹചര്യത്തിലിരുന്നാലും ഈ പകൽ നേരം ദൈവം നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. ദൈവസന്നിധിയിൽ പോകുമ്പോൾ, പരിശുദ്ധ സ്ഥലത്തിൽ നേരെ പോകുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഇരിക്കുന്ന കുറവുകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ആ പരിശുദ്ധനായ ദൈവത്തിന് മുമ്പ്, ദൈവമേ ഞാൻ പാപിയാണ്, എൻ്റെ ജീവിതത്തെ മാറ്റണമേ എന്നുള്ള ചിന്ത നമുക്ക് വരും. അതാണ് വേർഷിപ്പ് എന്ന് പറയുന്നത്. ആമേൻ. ഈ പകൽ നേരത്ത് നമ്മൾ ദൈവത്തിനെ പാടി സ്തുതിക്കാൻ പോകുന്നു. ഹല്ലേലൂയ. യേശുവെപ്പോലെ ആരുമില്ല, യേശുവെപ്പോലെ ആരുമില്ല. സ്വർഗത്തിലും ഭൂമിയിലും നിനക്ക് തുല്യനാരാ. ഇപ്പം നമ്മൾ സ്തുതിച്ച് നന്ദിയോടെ ദൈവത്തിൻ്റെ മഹാപരിശുദ്ധ സ്ഥലത്ത് നേരെ നമ്മൾ പോകാൻ പോകുന്നു. എല്ലാവരും നിങ്ങളുടെ ചിന്തകളെ ഒരുമുഖപ്പെടുത്തി
നമ്മൾ ചേർന്ന് പാടി ദൈവത്തിന് മഹത്വം കൊടുക്കാം. ഹല്ലേലൂയ. യേശുവെ പോലെ ആരുമില്ല, യേശുവെ പോലെ ആരുമില്ല. ഹല്ലേലൂയ. എല്ലാവരും കരമടിച്ച് come on. യേശുവെ പോലെ ആരുമില്ല, യേശുവെ പോലെ ആരുമില്ല. പറഞ്ഞാട്ടെ, യേശുവെ പോലെ ആരുമില്ല, യേശുവെ പോലെ ആരുമില്ല. സ്വർഗത്തിലും സ്വർഗത്തിലും ഭൂമിയിലും നിനക്ക് തുല്യനായ, സ്വർഗത്തിലും ഭൂമിയിലും നിനക്ക് തുല്യനായി. യേശുവെ പോലെ ആരുമില്ല, ഓ യേശുവെ പോലെ ആരുമില്ല, യേശുവെ പോലെ ആരുമില്ല, എൻ്റെ യേശുവെ പോലെ ആരുമില്ല. സ്വർഗത്തിലും ഭൂമിയിലും നിനക്ക് തുല്യനായ, സ്വർഗത്തിലും ഭൂമിയിലും നിനക്ക് തുല്യനായ. ദൂതന്മാരിൻ ഭോജനത്തിനാ നിൻ ജനത്തെ പോഷിപ്പിച്ചു, ദൂതന്മാരിൻ ഭോജനത്തിനാ നിൻ ജനത്തെ പോഷിപ്പിച്ചു. അങ്ങേ പോലെ ആരുമില്ല നിൻ ജനത്തെ സ്നേഹിച്ചിടാൻ, അങ്ങേ പോലെ ആരുമില്ല നിൻ ജനത്തെ. എല്ലാരും ചേർന്ന് പാടിയാട്ടെ, യേശുവെ പോലെ ആരുമില്ല, ഓ യേശുവെ പോലെ ആരും, അങ്ങേ പോലെ ആരുമില്ല, യേശുവെ പോലെ ആരുമില്ല, യേശുവെ പോലെ ആരുമില്ല. സ്വർഗത്തിലും ഭൂമിയിലും നിനക്ക് തുല്യനായ, സ്വർഗത്തിലും ഭൂമിയിലും നിനക്ക് തുല്യനായ. പാപത്തിൻ കറകൾ പോക്കാൻ പാവന രക്തം ചിന്തി, പാപത്തിൻ കറകൾ പോക്കാൻ പാവന രക്തം ചിന്തി. അങ്ങേ പോലെ ആരുമില്ല യാഗമായി തീർന്നവനേ, അങ്ങേ പോലെ ആരുമില്ല യാഗമായി തീർന്നവ. എല്ലാവരും ചേർന്ന് പാടിയാട്ടെ, യേശുവെ പോലെ ആരുമില്ല, യേശുവെ പോലെ ആരുമില്ല, ഓ യേശുവെ പോലെ ആരുമില്ല, യേശുവെ പോലെ ആരുമില്ല. സ്വർഗത്തിലും ഭൂമിയിലും നിനക്ക് തുല്യനായ, സ്വർഗത്തിലും ഭൂമിയിലും നിനക്ക് തുല്യനായ. മരണത്തിൻ പാശങ്ങൾ അഴിച്ചു പാതാള ഗോപുരം തകർത്തു, മരണത്തിൻ പാശങ്ങൾ അഴിച്ചു പാതാള ഗോപുരം തകർത്തു. അങ്ങേ പോലെ ആരുമില്ല ഉയർത്തെഴുന്നേറ്റവനേ, അങ്ങേ പോലെ യേശുവേ ആരുമില്ല ഉയർത്തെഴുന്നേറ്റവ. ആരാധിക്കാമോ? ഓ യേശുവെ പോലെ ആരുമില്ല, ആരുമില്ല, ഓ യേശുവെ പോലെ. ദൈവസ്ഥാനത്ത് ഇറങ്ങി വരട്ടെ, യേശുവെ പോലെ ഒരു പ്രാവശ്യം കൂടെ, യേശുവെ പോലെ ആരുമില്ല, യേശുവെ പോലെ ആരുമില്ല. സ്വർഗത്തിലും ഭൂമിയിലും നിനക്ക് തുല്യനായ, സ്വർഗത്തിലും ഭൂമിയിലും നിനക്ക് തുല്യനായ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കരമുയർത്തി പറഞ്ഞാട്ടെ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. Sing hallelujah, hallelujah, oh hallelujah, hallelujah, hallelujah. പാടിടാം,
ഉയർത്തിയിടാം യേശുനാമം. പാടാമോ? ഹല്ലേലൂയ പാടിടാം, ഉയർത്തിയിടാം യേശുനാമം. വല്ലഭനാം യേശുവേ ആരാധിച്ചാർത്തിടാം, വല്ലഭനാം യേശുവേ ആരാധിച്ചാർത്തിടാം. ആരാധിക്കാം പരിശുദ്ധനെ, അർപ്പിക്കാം സ്തോത്രയാഗങ്ങൾ. ആരാധിക്കാം പരിശുദ്ധനെ, അർപ്പിക്കാം സ്തോത്രയാഗങ്ങൾ. എല്ലാ സ്തുതികൾക്കും യോഗ്യനായ യേശുവെ ആരാധിക്കാം, എല്ലാ സ്തുതികൾക്കും യോഗ്യനായ യേശുവെ കമോൺ ചേർന്ന് പറഞ്ഞാട്ടെ. ഓ ഹല്ലേലൂയ പാടിടാം, ഉയർത്തിയിടാം യേശുനാമം. ഹല്ലേലൂയ പാടിടാം, ഉയർത്തിയിടാം യേശുനാമം. വല്ലഭനാം യേശുവേ ആരാധിച്ചാർത്തിടാം, വല്ലഭനാം യേശുവേ ആരാധിച്ചാർത്തിടാം. ആരാധിച്ചാർത്തിടുമ്പോൾ വാതിലുകൾ തുറക്കും. വിശ്വാസത്തോട് പറഞ്ഞാട്ടെ. ആരാധിച്ചാർത്തിടുമ്പോൾ വാതിലുകൾ തുറക്കും, യെരിഹോ മതിൽ വീഴും, അഭിഷേകത്താൽ നടക്കും. ഹല്ലേലൂയ. യെരിഹോ മതിൽ വീഴും, ആത്മാവിൽ നടക്കും. ഹല്ലേലൂയ ചേർന്ന് ഹല്ലേലൂയ പാടിടാം, ഉയർത്തിയിടാം യേശുനാമം. ഓ ഹല്ലേലൂയ പാടിടാം, ഉയർത്തിയിടാം യേശുനാമം. വല്ലഭനാം യേശുവേ ആരാധിച്ചാർത്തിടാം, വല്ലഭനാം യേശുവേ ആരാധിച്ചാർ. ഹല്ലേലൂയ പാടിടാം. സിംഗ് ഹല്ലേലൂയ. ശഖനരഥനോ സചനമമമ. ഈ പകൽ നേരം പരിശുദ്ധാത്മാവേ അങ്ങയുടെ സാന്നിധ്യം ഓരോരുത്തരുടെ മേൽ ഇറങ്ങി വരട്ടെ. ഹല്ലേലൂയ 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 പാടിടാം. ഓ ഉയർത്തിയിടാം യേശു. ഹല്ലേലൂയ. ഓ ഹല്ലേലൂയ പാടിടാം, ഉയർത്തിയിടാം യേശുനാമം. വല്ലഭനാം യേശുവേ ആരാധിച്ചാർത്തിടാം. ആമേൻ. ഓ വല്ലഭനാം യേശുവേ ആരാധിച്ച. അല്പനേരം കരങ്ങടിച്ച് ദൈവത്തെ സ്തുതിക്കാമോ? ഈ പകൽ നേരം നിങ്ങൾ ഏത് സാഹചര്യത്തിൽ ഇരുന്നാലും പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം ഈ കടന്നു വരുന്നുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം, നിങ്ങളുടെ ചിന്തകളിൽ മാറ്റം. ഹല്ലേലൂയ. Come on, ദൈവത്തെ സ്തുതിക്കാം. അവനെ പോലെ ആരുമില്ല സ്വർഗത്തിലും ഭൂമിയിലും, അവനക്ക് തുല്യനായി ആരുമില്ല. ഹല്ലേലൂയ. ശരണമോഖനമമ. ഹല്ലേലൂയ. അങ്ങ് ഞങ്ങൾ വാഴ്ത്തുന്നു, അങ്ങ് ഞങ്ങൾ സ്തുതിക്കുന്നു. ഹല്ലേലൂയ 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 പാടിടാം, ഉയർത്തിയിടാം യേശുനാമം. പറഞ്ഞാട്ടെ. ഹല്ലേലൂയ പാടിടാം, ഉയർത്തിയിടാം യേശുനാമം. വല്ലഭനാം യേശുവേ ആരാധിച്ചാർത്തിടാം. ഓ ഹല്ലേലൂയ. വല്ലഭനാം യേശുവേ ആരാധിച്ചാർത്തി. കരമടിച്ച് ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഹല്ലേലൂയ. ദൈവമക്കളെ, നമ്മൾ പാടുമ്പോഴും സ്തുതിക്കുമ്പോഴും ദൈവം അവിടെ കടന്നു വരുന്നുണ്ട്. സ്വർഗത്തിലെ 24/7 വേർഷിപ്പാണ്. പക്ഷെ നമ്മൾ ആരാധിക്കുമ്പോൾ ദൈവം താഴെ ഇറങ്ങി വരുന്നുണ്ട്. നമ്മുടെ ആരാധനയിൽ അവൻ പ്രസാദിക്കുന്നുണ്ട്. ഹല്ലേലൂയ. സ്വർഗത്തിലെ പെർഫെക്റ്റ് വേർഷിപ്പാണ് 24/7. പക്ഷേ നമ്മുടെ ഇംപെർഫെക്റ്റ് വേർഷിപ്പിൽ നമ്മൾ ബെസ്റ്റിനെ കൊടുക്കുമ്പോൾ ദൈവം അതിൽ പ്രസാദപ്പെടുത്തുന്നുണ്ട്. ഹല്ലേലൂയ. ദൈവമക്കളെ, ഈ പകൽ നേരം ദൈവം നമുക്ക് ചെയ്ത എല്ലാ നന്മകളും ഓർത്ത്
ഒന്ന് ദൈവത്തിന് സ്തോത്രം ചെയ്യാം, സ്തുതിക്കാം. ഹല്ലേലൂയ. ഒരു നല്ല ചെടി ഉണ്ടായിരുന്നു. ഒരു നല്ല ചെടി പൂപൂത്ത് പാറകളുടെ ഇടയിൽ ഇരുന്നു. ആർക്കും സാധാരണമായി കാണാൻ പറ്റത്തില്ല, കാരണം ആർക്കും കാണാൻ പറ്റാത്ത ഒരു സ്ഥലത്താണ്. അപ്പം ആ വഴിയിൽ പോയ ഒരു മനുഷ്യൻ അതിനെ കണ്ടു. കണ്ടിട്ട് അവൻ ഓർത്തു, ഈ ചെടി എല്ലാവർക്കും കാണുന്ന രീതിക്ക് ഇരുന്നെങ്കിൽ എല്ലാവരും അതിനെ കണ്ട് സന്തോഷിക്കേനെ. എന്താണ് ആർക്കും കാണാത്ത സ്ഥലത്തിരിക്കുന്നത്? അങ്ങനെ ദൈവത്തോട് ചോദിച്ചപ്പോൾ ദൈവം പറഞ്ഞു, ഞാൻ ഈ ലോകത്തിൽ സൃഷ്ടിച്ച എല്ലാത്തിനെയും എൻ്റെ സ്വന്തം സന്തോഷത്തിനാണ് ഞാൻ സൃഷ്ടിച്ചത്. എങ്ങനെ? ലോകത്തിൽ സൃഷ്ടിച്ച എല്ലാ സൃഷ്ടിയെയും എൻ്റെ സ്വന്തം പ്ലഷറിന് വേണ്ടിയാണ് ഞാൻ സൃഷ്ടിച്ചത്. അതുകൊണ്ട് ആരും കണ്ടില്ലെങ്കിലും കണ്ടെങ്കിലും ഞാൻ അതിനെ കാണുന്നുണ്ട്. ഓരോ ദിവസവും അതിൻ്റെ ഓരോ സ്റ്റേജസിന് ഞാൻ കണ്ടായിരുന്നു. അങ്ങനെ ദൈവം പറഞ്ഞത്, ആര് കണ്ടാലും കണ്ടില്ലേലും ദൈവം നമ്മളെ കാണുന്നുണ്ട്. പലരും നമ്മളെ ഒതുക്കിപ്പോയാൽ, എൻകറേജ് ചെയ്യാൻ ആളില്ലെങ്കിലും, ആരും കൂടെ ഇല്ലെങ്കിലും, ആരും കണ്ടില്ലെങ്കിലും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ, പക്ഷെ ദൈവം കാണുന്നുണ്ട്. ആമേൻ, ഹല്ലേലൂയ. ഇന്ന് പകൽ നേരം പരിശുദ്ധാത്മാവ് നിങ്ങളോട് സംസാരിക്കുന്നു. ആരും കണ്ടാലും കണ്ടില്ലേലും യേശു നമ്മളെ കാണുന്നുണ്ട്. ഹല്ലേലൂയ. ഈ പകൽ നേരം എല്ലാവരാലും ഒതുക്കപ്പെട്ടിരിക്കുന്നു സഹോദരനെ, സഹോദരിയെ, നിങ്ങളുടെ ജീവിതത്തിൽ ദൈവമാറ്റങ്ങളെ കൊണ്ടുവരും. ദൈവം നിങ്ങളെ കാണുന്നു. എനിക്കിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു കാര്യം ഓർമ്മ വരുന്നുണ്ട്. എല്ലാവർക്കും അറിയാം, മുംബൈയിൽ നടന്ന ബോംബ് ബ്ലാസ്റ്റ് പല വർഷങ്ങൾക്ക് മുമ്പ് താജ് ഹോട്ടലിൽ. അതിൽ വിക്റ്റിമായിട്ട് പിടിക്കപ്പെട്ട അജ്മൽ കസാബ് തൻ്റെ ഫാമിലിയുടെ പ്രശ്നങ്ങളെ അതിജീവിക്കുവാൻ കഴിയാതെ ഈ ടെററിസ്റ്റ് ഗ്രൂപ്പിൻ്റെ അകത്ത് പെട്ടു. ഇപ്പോൾ എല്ലാവരും അവനെ തൂക്കിലിടണമെന്ന് പറഞ്ഞു. അവൻ എന്തൊക്കെയോ ലെറ്റർ എഴുതി നോക്കി പ്രസിഡന്റിന്, പക്ഷെ പറ്റിയില്ല. പക്ഷേ ആ തൂക്കും മേടയ്ക്ക് മുംബൈ പോയപ്പോൾ അവിടെ ആരുമില്ല. അവൻ്റെ ഫ്രണ്ട്സ് ഇല്ല, റിലേറ്റീവ്സ് ഇല്ല, ആരുമില്ല. പക്ഷേ അവൻ്റെ അടുത്ത് അവൻ്റെ അമ്മ ഉണ്ടായിരുന്നു. മമ്മി കട്ടിപ്പിടിച്ചു, കരഞ്ഞു. അവസാനം അവനെ തൂക്കിലിട്ട് അവൻ മരിച്ചു. അവൻ്റെ അമ്മയുടെ സ്നേഹം മാറിപ്പോയില്ല. ബൈബിൾ എന്ത് പറയുന്നറിയാവോ? അങ്ങനത്തെ അമ്മയുടെ സ്നേഹം മാറിപ്പോകാം, പക്ഷേ യേശുവിൻ്റെ സ്നേഹം ഒരിക്കലും മാറത്തില്ല. ഹല്ലേലൂയ. ഈ പകൽ നേരത്തിൽ നിങ്ങളെ സ്നേഹിച്ചവർ നിങ്ങളെ വിട്ട് ഒതുങ്ങിപ്പോയിരിക്കാം. പക്ഷേ നിങ്ങളെ ഓരോ ദിവസവും കാണുന്ന ദൈവം നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കുക. യേശുവിനെ വിട്ട് ഒത്തിരി ദൂരം പോയോ? ഹിസ് ആർംസ് ആർ ഓൾവേസ് വൈഡ് ഓപ്പൺ ടു ഹോൾഡ് യു. എപ്പോഴും യേശുവിൻ്റെ കരം വൈഡ് ഓപ്പൺ ആണ്. എപ്പോഴും വേണമെങ്കിലും വരാൻ പറ്റും. അതുകൊണ്ട് ഇന്ന് നിങ്ങൾ ഒതുങ്ങി ഇരിക്കുന്നെങ്കിൽ, യേശുവിൻ്റെ സ്നേഹത്തെ വിട്ട് ഒതുങ്ങിയിരിക്കുന്നെങ്കിൽ, ആ സ്നേഹത്തിലേക്ക് വരിക. ആമേൻ. എത്രയോ പ്രാവശ്യം ദൈവത്തെ വിട്ട് അകന്നു മാറി, പക്ഷേ ദൈവം ഇന്നും നമ്മളെ സ്നേഹിക്കുന്നു. ഹല്ലേലൂയ. എല്ലാവരും കണ്ണുകൾ അടച്ച് കരമുയർത്തി. ഞാൻ നടക്കും പാതയിൽ നീ മാത്രം എൻ്റെ താതൻ, പിന്മാറ്റ വേളയിൽ നീ തന്നെ എൻ പിതാവ്. ഞാൻ നടക്കും പാതയിൽ നീ മാത്രം എൻ്റെ താതൻ, പിന്മാറ്റ വേളയിൽ നീ തന്നെ എൻ പിതാവ്. ഓ ഞാനേറ്റമോടിയ നീ എന്നെ തേടി വന്നു. ഓ പരിശുദ്ധ സ്നേഹത്താലേ കരം മുറുകെ പിടിച്ചു. ഞാനേറ്റം ഓടിയപ്പോൾ നീ എന്നെ തേടി വന്നു. ഓ യേശുവേ, പരിശുദ്ധ സ്നേഹത്തിനാ
കരം മുറുകെ പിടിച്ചു. ആരാധന ആരാധന ആരാധിക്കാം എല്ലാവരും ചേർന്ന്. ആരാധന ആരാധന യേശുവേ, ആരാധന 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 മുഴു മനസ്സോട് പറയാം. ആരാധന 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 ഹല്ലേലൂയ. പരിശുദ്ധ പിതാവേ, ഈ പകൽ നേരത്തിൽ അങ്ങേ സ്തുതിക്കുവാനും നന്ദി പറയാനും അങ്ങയുടെ സന്നിധിയിൽ കടന്നു വന്ന് അങ്ങേ ആരാധിക്കുവാനും അങ്ങ് തന്ന നല്ല കൃപകൾ ഓർത്ത് അങ്ങ് ഞങ്ങൾ സ്തുതിക്കുന്നു. ഞങ്ങളോട് കൂടെ അങ്ങിരുന്നതിനായി നന്ദി. എല്ലാത്തിനെയും കാലം ഞങ്ങൾ അങ്ങേ സ്നേഹിക്കുന്നു. എല്ലാ കാര്യത്തിനെയും അങ്ങയുടെ സാന്നിധ്യത്തിൽ തരുന്നു. സംസാരിക്കുന്ന മകനെ ദൈവമേ, നീ മറിച്ച് അങ്ങ് ഞങ്ങളോട് സംസാരിക്കുന്ന വാക്കുകൾ മൂലമായി ഞങ്ങളോട് സംസാരിക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ചോദിക്കുമ്പോൾ പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ. ആമേൻ ആമേൻ. God bless you. Thank you Blesson for leading us a wonderful time of worship. Blessonന് നന്ദി പറയുകയാണ്. വീണ്ടും നമ്മൾ ദൈവത്തിൻ്റെ വചനം കേൾക്കുവാൻ വേണ്ടി പോകുകയാണ്. ഇന്ന് നമ്മുടെ കൂടെ ആയിരിക്കുന്നത് കഴിഞ്ഞ ആഴ്ച നമ്മുടെ കൂടെ സംസാരിച്ച കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ജോ തോമസ് ആണ്. ഇന്ന് നമ്മുടെ മധ്യേ നമ്മൾ ആയിരിക്കുന്നത്. നമുക്ക് ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മുടെ ഹൃദയങ്ങളെ അർപ്പിച്ച് വചനത്തെ റിസീവ് ചെയ്യുവാൻ നമുക്ക് ഒരുമിച്ച് ആയിരിക്കാം. പാസ്റ്റർ ജോനെ ഞാൻ ക്ഷണിക്കുന്നു. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ അനുഗ്രഹീത ആരാധനയിൽ പങ്കെടുക്കുന്ന നിങ്ങളേവരെയും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ വന്ദനം ചെയ്യുന്നു. കഴിഞ്ഞൊരാഴ്ചക്കാലം കർത്താവ് നമ്മളെ സൂക്ഷിച്ചു. വിവിധ ഇടങ്ങളിൽ ജോലിയോടുള്ള ബന്ധത്തിൽ, പഠനങ്ങളിൽ ഒക്കെ നമ്മളായിരുന്നു. വീണ്ടും ഒരാഴ്ചയുടെ കർത്തൃദിവസത്തിൽ കർത്താവിൻ്റെ പാദപീഠത്തിൽ വരുവാൻ കർത്താവ് ഈ വിധമായി നൽകുന്ന ഈ വിലപ്പെട്ട നിമിഷങ്ങൾക്കായി ഞാൻ ദൈവത്തിന് മഹത്വം കരേറ്റുന്നു. എഫേസ്യ ലേഖനം 5-ാമത്തെ അധ്യായം അതിൻ്റെ 14-ാമത്തെ വാക്യം കുറിവാക്യമായി വായിപ്പാൻ താല്പര്യപ്പെടുകയാണ്. നിങ്ങളുടെ കയ്യിൽ ഒരു ബൈബിൾ ഉണ്ടെങ്കിൽ എഫേസ്യ ലേഖനത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ തിരിക്കണം. 5-ാമത്തെ അധ്യായം അതിൻ്റെ 14-ാമത്തെ വാക്യം ഞാൻ വായിക്കുന്നു. അതുകൊണ്ട്, അങ്ങനെയാണ് ആ വാക്യം തുടങ്ങുന്നത്. നേരത്തെ മുൻ പറഞ്ഞ കാര്യങ്ങളുടെ ഒരു കൺക്ലൂഷനായിട്ട് പറയുകയാണ്. അതുകൊണ്ട് ഉറങ്ങുന്നവനെ ഉണർന്ന് മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽക്ക. എല്ലാവരും ആ വാക്യം നോക്കിക്കേ. ഉറങ്ങുന്നവനെ ഉണർന്ന് മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽക്ക. അങ്ങനെ എഴുന്നേറ്റാൽ ഒരു കാര്യം നടക്കും. അടുത്ത വാക്യം ഇപ്രകാരമാണ്: എന്നാൽ ക്രിസ്തു നിന്റെ മേൽ പ്രകാശിക്കും എന്ന് ചൊല്ലുന്നു. അപ്പോസ്തലനായ പൗലോസ് സ്ഥാപിച്ച ഈ അനുഗ്രഹിക്കപ്പെട്ട സഭയിൽ, അവിടെ എല്ലാവരും സഭാരാധനയ്ക്ക് വരുന്നവരാണ്, കൈകൊട്ടി പാടുന്നവരാണ്. നമ്മൾ ഈ പ്രസംഗത്തിന് മുമ്പ് അനുഗ്രഹീതമായ വർഷിപ്പ് സെഷനിൽ പങ്കെടുത്തിട്ടാണ് ഇപ്പോൾ ഇവിടെ ആയിരിക്കുന്നത്. നമ്മൾ കൈയടിച്ചു, നമ്മൾ പാടി, നമ്മൾ സ്തോത്രം ചെയ്തു. ഞായറാഴ്ച എന്നെ കേൾക്കുന്ന നിങ്ങളിൽ ആരും തന്നെ മനഃപൂർവ്വമായിട്ട് സഭയിൽ വരാത്തവരായി ഉണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. എല്ലാവർക്കും സൺഡേ എന്ന് പറഞ്ഞാൽ we want to go to the church or listen to a message. ആ piety, ആ godliness, ദൈവഭയം ഉള്ളവരാണ് എന്നെ കേൾക്കുന്നത്. നമുക്കെത്രയും ഉണ്ടോ അതിൻ്റെ എത്ര മടങ്ങുള്ളവരാണ് ഈ എഫെസസിലുള്ള ഫസ്റ്റ് സെഞ്ചുറി ബിലീവേഴ്സ്. അവരെക്കുറിച്ച് 1-ാമത്തെ അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന വിശേഷണം ഇങ്ങനെയാണ്: നിങ്ങളെ ലോകസ്ഥാപനത്തിന് മുമ്പ് ക്രിസ്തുവേശുവിൽ തെരഞ്ഞെടുത്തു എന്നാണ്. എന്നെ കേൾക്കുന്ന നിങ്ങളെല്ലാവരും, ഞാനിവിടെ പ്രസംഗിച്ചോണ്ട് നിൽക്കുന്നു. ദൈവത്തിൻ്റെ തെരഞ്ഞെടുപ്പുള്ളത് കൊണ്ടാണ് നമുക്കിത് ചെയ്യാനൊക്കുന്നത്. ഇത് നമ്മൾ തെരഞ്ഞെടുത്തതല്ല, ഞാനൊരു സുപ്രഭാതത്തിൽ തീരുമാനിച്ചതല്ല, ഞാനൊരു പാസ്റ്ററാകാൻ പോവുകയാണ്, ഞാനൊരു പ്രഭാഷകനാകാൻ പോകുക, അങ്ങനെയല്ല. ദൈവത്തിൻ്റെ ഒരു അപ്പോയിൻമെൻ്റ് ആണ് എന്നാണ് ഇവിടെ പറയുന്നത്. നിങ്ങളെല്ലാവരും ഇപ്പം ഇത് കേട്ടോണ്ടിരിക്കുന്നത്.
നിങ്ങളുടെ പല ഫ്രണ്ട്സ്, റിലേറ്റീവ്സ് സൺഡേ എന്ന് പറഞ്ഞാൽ അവർക്ക് ബ്രേക്കാണ് അല്ലേ, അവർക്ക് ഓഫാണ്. പ്രത്യേകിച്ച് ബാംഗ്ലൂരിൽ ആഴ്ചയിൽ എല്ലാ ദിവസവും അധ്വാനിച്ച് സൺഡേ എന്ന് പറഞ്ഞാൽ മേ ബി ഗോ ഔട്ട്, ഹാവ് ലഞ്ച്, നല്ലൊരു സ്ഥലത്ത് പോയി കഴിക്കുക, അല്ലെങ്കിൽ ചിക്കനോ മട്ടനോ വാങ്ങിച്ച് കുക്ക് ചെയ്ത് സെലിബ്രേറ്റ് ചെയ്യുക, ഫാമിലി ടൈം. പക്ഷെ ഇവിടെ നമ്മൾ ഇപ്പോൾ ഇത് കേട്ടോണ്ടിരിക്കാൻ കാര്യം നമ്മൾ ചില സാക്രിഫൈസ് ചെയ്തു. ഇല്ലില്ല, 2 hours എനിക്ക് ദൈവത്തിൻ്റെ സന്നിധിയിൽ പോകണം. ഇവരങ്ങനെയുള്ളവരാണ്. ഈ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് സഭയിൽ പോകുന്നവർ, ദൈവത്തിൻ്റെ തെരഞ്ഞെടുപ്പുള്ളവരെ നോക്കി പൗലോസ് ഇത് പറയുകയാണ്, ഉറങ്ങുന്നവരെ. ഇന്ന് ഞാൻ നിങ്ങളെ നോക്കി പറയുകയാണ്, വേക്ക് അപ്പ് സ്ലീപ്പേഴ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ എങ്ങനെ പ്രതികരിക്കും? സാധാരണ ഒരു പാസ്റ്റർ അത് പറയുകയാണെങ്കിൽ 2 കാര്യം സംഭവിക്കും. ഒന്ന്, പാസ്റ്ററിനോട് പ്രയാസം ഉണ്ടാവും, അല്ലെങ്കിൽ ആൾക്കാർ പറയും അത് എന്നോടല്ല ഇദ്ദേഹത്തോടുള്ള ദൂതാണെന്ന് പറയും. ഈ 2-ൽ-1 സംഭവിക്കും. ഒന്നിൽ പറഞ്ഞ ആളോട് പറയും യു ഹേർട്ട് മീ, ഞങ്ങളെ നോക്കി പറഞ്ഞു ഉറങ്ങുന്നവർ. ഞങ്ങൾ ഉറങ്ങുന്നവരല്ല, ഞങ്ങൾ സഭയിൽ വന്നു, ഞങ്ങൾ പാട്ട് പാടുന്നവരാണ്, മെമ്മറി വേഴ്സ് അറിയാം, ബൈബിൾ സ്റ്റഡി ഉണ്ട്. എഫെസസുകാർ ഇത് കേട്ടപ്പോൾ എന്തായിരിക്കും അവരുടെ പ്രതികരണം എന്ന് ചിന്തിക്കേ. പൗലോസ് പറയുക ഉറങ്ങുന്നവരെ. എന്താ ഉറങ്ങുക എന്ന് പറഞ്ഞാൽ? ആത്മീക ഉറക്കം എന്താണ്? സ്ലീപ്പിംഗ് വിത്ത് റിഗാർഡ് ടു സ്പിരിച്വാലിറ്റി എന്തുവാണ്? ഞാൻ ഈ ഭാഗം പഠിക്കുന്നതിന് മുമ്പ്, കൃത്യമായി വായിച്ച് മനസ്സിലാക്കുന്നതിന് മുമ്പ് എൻ്റെ മനസ്സിൽ വന്നത്, ആത്മീക ഉറക്കം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല, ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ചിലർ ചർച്ചിൽ വരും, ഡ്യൂറിങ് ദ സിംഗിങ് വളരെ എക്സൈറ്റഡ് ആയിരിക്കും. അവർ പാട്ടിൻ്റെ സമയത്ത് അവർ ഭയങ്കര എക്സൈറ്റഡ് ആകും, കൈയടിക്കും. പ്രസംഗം തുടങ്ങാൻ നേരം അവർ ഉറങ്ങാൻ തുടങ്ങും, ലിറ്ററലി ഉറങ്ങും. അവരെ അടുത്തിരിക്കുന്നവർ ചിലപ്പോൾ എഴുന്നേൽപ്പിക്കും. കസാരയെന്ന് താഴെ വീഴാൻ പോകുന്നവരെ വരെ ഞാൻ കണ്ടിട്ടുണ്ട്. കസാരയെന്ന് താഴെ വീഴാൻ ഉറങ്ങുകയാണ്. അപ്പോൾ ഞാൻ പേഴ്സണലി ചിന്തിച്ചത്, ഉറങ്ങുന്നവരെ എന്ന് പറഞ്ഞാൽ ചർച്ചിൽ വന്നിട്ടും നോട്ട് ആക്റ്റീവ്. പാസ്റ്റർമാർ ചിലപ്പോൾ പറയത്തില്ലേ, കൈകെട്ടിയിരിക്കരുത്, കൈയടിച്ച് ദൈവത്തെ സ്തുതിച്ചേ, എന്നാലും ഇരിക്കും കൈകെട്ടി. ഞാൻ ഓർത്തത് അങ്ങനെയുള്ളവരാ ഉറങ്ങുന്നതെന്നാണ്. പക്ഷെ ഈ ഭാഗം മനസ്സിലാക്കിയപ്പോൾ കൈ അടിച്ച് തകർക്കുമ്പോഴും പ്രസംഗത്തിൻ്റെ ഇടയ്ക്ക് ഹല്ലേലൂയ ഹല്ലേലൂയ പറയുന്നവരെ നോക്കിയാ പൗലോസ് പറയുന്നത് സ്ലീപ്പിംഗ്. എന്താ അപ്പോൾ ഉറക്കം? അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. വേഗത്തിൽ നമ്മൾ മനസ്സിലാക്കാൻ പോവുകയാണ്. ദൈവത്തിന് എന്നെ കേൾക്കുന്ന നിങ്ങളിൽ എല്ലാവരെ കുറിച്ച് ഒരു ഉദ്ദേശമുണ്ട്. God has a purpose. ആ പർപ്പസ് എന്താന്ന് ചോദിച്ചാൽ, കുറച്ച് ജോലി ചെയ്ത്, കുറച്ച് കഴിച്ച്, കുറച്ച് പൈസ സമ്പാദിച്ച്, കുഞ്ഞുങ്ങളെ വളർത്തി, നല്ല വാഹനം വാങ്ങിച്ച് 60-70 വയസ്സാകുമ്പോൾ മരിച്ചു കഴിഞ്ഞു. നോ, അതല്ല. അതെല്ലാവരും ചെയ്യുന്നതാണ്. God has a unique purpose. നിങ്ങളെ ദൈവം ഈ ലോകത്തിൽ ജനിപ്പിച്ച് ഇങ്ങനെ ചർച്ചിൽ കൊണ്ടുവന്ന് ഇങ്ങനെ ഒരു സന്ദേശം കേൾക്കുന്നത്, ഹി ഹാസ് എ കസ്റ്റം മെയ്ഡ് പ്ലാൻ ഫോർ യു. അപ്പോഴാണ് ഈ വാക്യത്തിന്റെ പ്രസക്തി. ഉറക്കമാണോ? ഇപ്പോൾ ഉറങ്ങുകയാണോ? എന്തോ അങ്ങനെ പറഞ്ഞാൽ ഇത് മനസ്സിലാക്കണമെങ്കിൽ 2 വാക്യത്തിന്റെ സഹായം നമുക്ക് വേണം. ഉറങ്ങുന്നവൻ, തുടക്കം തന്നെ നോക്കിയ 1:5-14, അതുകൊണ്ട് ഉറങ്ങുന്നവരെ. ഏതുകൊണ്ട്? ചാപ്റ്റർ 2:1 ഓൺവേർഡ്സ്, 2-ാമത്തെ അധ്യായം 1, 2, 3 വാക്യങ്ങളും 4-ാമത്തെ അധ്യായം 17 മുതലുള്ള വാക്യങ്ങളും. ഈ വാക്യങ്ങൾ ഞാൻ ഈ പറയുമ്പോൾ തന്നെ നിങ്ങൾ എടുത്തു നോക്കണം, നമ്മൾ വായിക്കാൻ പോവുകയാണ്. ഉറങ്ങുന്നവരുടെ ഡെഫിനിഷൻ അവിടെ പറഞ്ഞിട്ടുണ്ട്. നോക്കിയേ, 2-ാമത്തെ അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ, പ്രത്യേകിച്ച് 3-ാമത്തെ വാക്യം ഞാൻ ഹൈലൈറ്റ് ചെയ്യാൻ പോവുകയാണ്. ചാപ്റ്റർ 2:3. ഉറങ്ങുന്നവരാരാണ്? ദൈവസഭയിൽ വന്നിട്ടും സ്നാനപ്പെട്ടിട്ടും. ഉറങ്ങുന്നവർ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നോക്കിയേ, 3-ാം വാക്യം. അവരുടെ ഇടയിൽ നാം എല്ലാവരും, പൗലോസ് പറയുക വിശ്വാസികളെ കുറിച്ച്, നിങ്ങൾക്കൊരു പൂർവകാലമുണ്ട്, ഒരു പാസ്റ്റ് ഉണ്ട്. എന്താ പാസ്റ്റ് എന്നറിയാമോ? മുമ്പേ നമ്മുടെ ജഡമോഹങ്ങളിൽ, ആ വാക്ക് ശ്രദ്ധിച്ചേ, gratifying the cravings of the flesh. നമ്മൾ മുമ്പേ എങ്ങനെയുള്ളവരായിരുന്നു? മുമ്പേ ജഡമോഹങ്ങളിൽ നടന്നും ജഡത്തിനും മനോവികാരങ്ങൾക്കും ഇഷ്ടമുള്ളത്
ചെയ്തും കൊണ്ട്, അടുത്ത വാക്കൂടെ നോക്കണം, മറ്റുള്ളവരെ പോലെ. ആ വാക്ക് ശ്രദ്ധിച്ചോ? എന്താ ഇവിടെ പറയുന്നത്? ചാപ്റ്റർ 2:3 പറയുന്നത്, ഒരു രക്ഷിക്കപ്പെടുന്ന വിശ്വാസി രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് ആത്യന്തികമായി ഹിസ് തിങ്കിങ് വാസ് നോട്ട് റൈറ്റ്. അവൻ്റെ ചിന്ത ശരിയല്ലായിരുന്നു. അവൻ്റെ ഡ്രസ്സിൻ്റെ കാര്യമല്ല, അവൻ്റെ ഹെയർ സ്റ്റൈലിൻ്റെ കാര്യമല്ല. ഹിസ് തിങ്കിങ് വാസ് നോട്ട് റൈറ്റ്. ചിന്തിക്കുന്നത് മുഴുവൻ എനിക്ക് ഈ ലോകത്തിൽ വലുതാവണം, ഈ ലോകത്തിൽ ഏറ്റവും വലിയ പൈസക്കാരനാകണം, എൻ്റെ ബ്യൂട്ടി, എനിക്ക് എങ്ങനെ എൻ്റെ ബ്യൂട്ടി കൂട്ടാം, എങ്ങനെ മറ്റുള്ളവരെ അട്രാക്റ്റ് ചെയ്യാം എന്നിലേക്ക്, എനിക്ക് എങ്ങനെ എൻ്റെ കൂട്ടുകാരെക്കാട്ടി നല്ല കെട്ടിടം ഉണ്ടാക്കാം, എല്ലാവരും ഞാൻ എഴുന്നേറ്റ് വരുമ്പോൾ എല്ലാവരും എന്നെ നോക്കി വാവ് വാവ് പറയണം. അതിനുവേണ്ടി, അതല്ലേ ജഡമോഹം എന്ന് പറഞ്ഞാൽ? മൈ ഫ്ലഷ് കാർണൽ ഡിസയേഴ്സ്. എന്നെ കുറിച്ചുള്ള, ഇപ്പൊ ഞാൻ എന്നെ കുറിച്ച് പറഞ്ഞാൽ ജോ ഏറ്റവും വലുതാണ്, എല്ലാവരെക്കാട്ടി മിടുക്കനാകണം, എല്ലാവരെക്കാട്ടി സ്മാർട്ട് ആകണം, എല്ലാവരെക്കാട്ടി പണക്കാരനാകണം. പൗലോസ് പറയുക അത് പൂർവ്വ ജീവിതമാണ്. പക്ഷേ ആരാ ഉറങ്ങുന്ന വിശ്വാസി എന്നറിയാം? ദൈവസഭയ്ക്കകത്ത് വന്നിട്ടും തിങ്കിങ് ഡിഡ് നോട്ട് ചേഞ്ച്. എന്തോ പിന്നെ നടന്നത്? വെള്ളത്തിനകത്ത് മുങ്ങി പൊങ്ങി, ഒരു കുളി പോലെ, നമ്മളെ ബാത്ത് ചെയ്യുന്നത് പോലെ. സ്നാനം എന്ന് പറയുന്നത് ചുമ്മാ ഒരു കുളി, മനസ്സ് മാറിയില്ല. ഇന്നത്തെ കാലഘട്ടത്തിൽ സഭയിൽ അനേകർ, ഭൂലോകമെമ്പാടുമുള്ള സഭയിൽ there are people who are baptized without repentance. മാനസാന്തരം ഇല്ലാതെ സ്നാനപ്പെട്ട അനേകരുണ്ട് എന്ന് പറഞ്ഞാൽ, നിങ്ങളൊരു സ്കൂളിൽ പഠിക്കുക, ഒരു കോളേജിൽ പഠിക്കുകയാണെങ്കിൽ ഇവിടെ പറയുന്നത്, if you are a believer, first and foremost your thinking pattern should be different from others. തൊട്ടപ്പുറത്തിരിക്കുന്ന ക്ലാസ്മേറ്റിൻ്റെ ചിന്ത, ആഫ്റ്റർ ദിസ് കോഴ്സ് ഐ വാണ്ട് ടു സ്റ്റഡി ദാറ്റ് കോഴ്സ്, ദെൻ ഐ വാണ്ട് ടു ഗോ ടു ദിസ് കൺട്രി, ദെൻ ഐ വാണ്ട് ടു അച്ചീവ് ദിസ്. ഇവിടെ പറയുന്നത് യുവർ തിങ്കിങ് ഹാസ് ടു ബി ഡിഫറെന്റ്. കാരണം യു ഫേസ്ഡ് ഗോഡ്. റിപ്പൻറ്റൻസിൽ നടക്കുന്നത് ടേണിംഗ് അറൗണ്ട് ആൻഡ് ഫേസിങ് ഗോഡ്. യുവർ വിൽ ബി ഡൺ. അത് പ്രാർത്ഥിക്കുമ്പോഴാണ്, ഉറക്കമല്ല, എഴുന്നേറ്റ വിശ്വാസി. കാരണം 2-ാം അധ്യായം 1-ാമത്തെ വാക്യത്തിൽ പറയുന്നത് മരിച്ചവരായിരുന്നു നിങ്ങൾ. 5:14 നമ്മുടെ കുറിവാക്യം എന്താ? ഉറങ്ങുന്നവരെ. എവിടെ നിന്ന് എഴുന്നേക്കണമെന്നാ എഴുതിയിരിക്കുന്നത്? ഉറങ്ങുന്നവരെ, മരിച്ചവരുടെ ഇടയിൽ നിന്ന്. എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാം? ക്രിസ്ത്യൻസ് who are like rest of the world, they have no difference. The only difference is coming and praising, worshiping. എല്ലാവരോടും പറയും I am a believer, I go to church. പക്ഷേ മരിച്ചവരെ പോലെയാ. ആരാ മരിച്ചവർ? They are like the world, thinking like the world. ഈ തോട്ട് പാറ്റേൺ ആണ് സ്ലീപ്പിംഗ് ക്രിസ്ത്യൻ്റെ ഐഡന്റിറ്റി എന്നുള്ളത് ചാപ്റ്റർ 4:17-18 നോക്കുമ്പോഴും വ്യക്തമാകുക. നോക്കിയേ, 4-ാമത്തെ അധ്യായം അതിൻ്റെ 17-ാമത്തെ വാക്യത്തിൽ, ആകയാൽ ഞാൻ കർത്താവിൽ സാക്ഷീകരിച്ച് പറയുന്നത് എന്തെന്നാൽ, ജാതികൾ തങ്ങളുടെ, അടുത്ത വാക്ക് എല്ലാവരും ശ്രദ്ധിച്ചേ, 2-ാം അധ്യായം 3-ാം വാക്യത്തിൽ കണ്ടത് ജഡമോഹങ്ങളിൽ, മനോവികാരങ്ങളിൽ, തോട്ട് പാറ്റേൺ. ഇവിടെ പറയുന്നു ജാതികൾ തങ്ങളുടെ വ്യർത്ഥ ബുദ്ധി അനുസരിച്ച് നടക്കുന്നത് പോലെ നിങ്ങൾ ഇനി നടക്കരുത്. ആരാ? ഉറങ്ങുന്ന വിശ്വാസി. ഉറങ്ങുന്ന വിശ്വാസി എന്ന് പറഞ്ഞാൽ മരിച്ചയാളല്ല, എഴുന്നേറ്റു. അദ്ദേഹം രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, അന്യഭാഷ പറയുന്നു, വേണേ പ്രസംഗിക്കുകയും ചെയ്യും. പക്ഷേ വ്യർത്ഥ ബുദ്ധി അനുസരിച്ചാണ് നടക്കുന്നത്. മിനിസ്ട്രിയിലാണെങ്കിലും തിങ്കിങ് ഇസ് ലൈക്ക് ദ വേൾഡ്. ഡെഫിനിഷൻ ഓഫ് സക്സസ് ഇസ് ലൈക്ക് ദ വേൾഡ്. ഹി ഇസ് ജസ്റ്റ് ലൈക്ക് ദ വേൾഡ് ഇൻ ഹിസ് ഇന്നർ തോട്ട് പാറ്റേൺസ്. അതാണ് ഇവിടുത്തെ അർത്ഥം. കൈകെട്ടി മീറ്റിങ്ങിൽ ഇരിക്കുന്ന ആളല്ല ഉറങ്ങുന്ന വിശ്വാസി. ഉറങ്ങുന്ന വിശ്വാസി എന്ന് പറഞ്ഞാൽ മറ്റെല്ലാരെയും പോലെ, ചാപ്റ്റർ 2:3 വാക്കാണ് ഞാൻ പറഞ്ഞത്, ശേഷമുള്ളവരെ പോലെ, മനോവികാരങ്ങളിൽ ഡ്രിവൺ, വ്യർത്ഥ ബുദ്ധി അനുസരിച്ച്. 18-ാമത്തെ വാക്യം കൂടെ നോക്കിക്കേ, ചാപ്റ്റർ 4:18, അവർ അന്ധബുദ്ധികളായി. ആരാ ഉറങ്ങുന്നവർ? വ്യർത്ഥ ബുദ്ധി അനുസരിച്ച് നടക്കുന്നവർ.
അന്ധബുദ്ധി കേൾപ്പിക്കപ്പെട്ടവർ, കുറച്ചുകൂടെ പറഞ്ഞാൽ മനോവികാരങ്ങൾ അനുസരിച്ച് നടക്കുന്നവർ. Their thought pattern has not changed. കുറച്ചുകൂടെ പറഞ്ഞാൽ ആ 5-ാമത്തെ അധ്യായം 10-ാമത്തെ വാക്യം ഒന്ന് ശ്രദ്ധിച്ചു നോക്കിക്കേ. ഈ ഉറങ്ങുന്നവൻ എന്ന് പറയുന്നതിന് തൊട്ട് മുമ്പിലുള്ള വാക്യം ഒന്ന് ശ്രദ്ധിക്കാമോ? ചാപ്റ്റർ 5 വേഴ്സ് 10. സകല ഗുണവും നീതിയും സത്യവുമല്ലോ വെളിച്ചത്തിൻ്റെ ഫലം. ആ 11-ാമത്തെ വാക്യം, ഇരുട്ടിൻ്റെ നിഷ്ഫല പ്രവർത്തികൾ കൂട്ടാളികളാകരുത്, അവയെ ശാസിക്കുക അത്രേ വേണ്ടത്. അവ ഗൂഢമായി ചെയ്യുന്നത് പറവാൻ പോലും ലജ്ജയാകുന്നു. എന്നിട്ട് 13-ാമത്തെ വാക്യം, അവയെ ശാസിക്കുമ്പോഴോ സകലത്തെയും കുറിച്ച് വെളിച്ചത്താൽ, അടുത്ത വാക്ക് ശ്രദ്ധിക്കണം, ബോധം തരും. ആരാ ഉറങ്ങുന്നവർ? ബോധമില്ലാത്ത വിശ്വാസി. അത് സ്ട്രോങ് വേർഡാണ്. ബോധമില്ലാത്തതെന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണഗതിയിൽ ഒരാളോട് സംസാരിക്കുമ്പം നിനക്ക് ബോധമില്ലേ എന്ന് ചോദിച്ചാൽ അതൊരു ഭയങ്കര റബ്യൂക്കാണ്. പൗലോസ് പറയുകയാണ്, ബോധം വരുന്നത് വെളിച്ചത്താൽ ബോധം വരും, എൻ്റെ തിങ്കിങ് മാറും എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? ആ വാക്കുകൾ ശ്രദ്ധിച്ചാൽ, ദൈവത്തിൻ്റെ ഇഷ്ടം അറിഞ്ഞ് ജീവിക്കുക എന്നൊരു പദമല്ലേ ചാപ്റ്റർ 5 വേഴ്സ് 17 വരുമ്പോൾ, ബുദ്ധിഹീനരാകാതെ. എല്ലാവരും നോക്കിക്കേ, നമ്മൾ ഇതുവരെ കണ്ടത് വ്യർത്ഥ ബുദ്ധി അനുസരിച്ച് നടക്കുന്നു. ആ ബുദ്ധി ഒരു റീജനറേഷൻ സംഭവിച്ചിട്ടില്ല. പൗലോസ് പറയുക, ഉറങ്ങുന്നവരെ എഴുന്നേക്കൂ എന്ന് പറഞ്ഞാൽ 5:17 ബുദ്ധിഹീനരാകാതെ കർത്താവിൻ്റെ ഇഷ്ടം ഇന്നതെന്ന് തിരിച്ചറിയുന്നവർ, ഗ്രഹിച്ചുകൊള്ളുക. ഹൂ ഈസ് എ സ്ലീപ്പിംഗ് ക്രിസ്ത്യൻ? സ്ലീപ്പിംഗ് ക്രിസ്ത്യൻ എന്ന് പറഞ്ഞാൽ he is not at all bothered about God's will. He is only thinking of his benefits, his gains, his family, maybe healing, prosperity. This is the only thing that drives him to the church. എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയ സഹോദരന്മാരെ സഹോദരിമാരെ, 5-ാം അധ്യായം 14-ാമത്തെ വാക്യം, ഈസ് ഇറ്റ് എ വേർഡ് ഫോർ യു ടുഡേ? അതാണ് ചോദ്യം. ഇത് പ്രസംഗിക്കുമ്പോൾ ഞാൻ എന്നോട് തന്നെ ചോദിക്കുകയാണ്, ലൈക്ക് ഇൻ എ മിറർ. ഞാൻ 5-ാം അധ്യായം 14-ാമത്തെ വാക്യം നോക്കുമ്പോൾ എന്നോടുള്ള ഹൗ ഡു ഐ സീ മൈസെൽഫ് ഇൻ ദിസ്? ഐ പ്രീച്ച് ഗോഡ്സ് വേർഡ്, ഐ ടീച്ച് ഗോഡ്സ് വേർഡ്. പക്ഷെ ബൈബിൾ എന്നെ നോക്കുമ്പോൾ ഉറങ്ങുന്നവൻ എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ ഹിതം വ്യക്തിപരമായ ജീവിതത്തിൽ തിരിച്ചറിയാത്തവൻ, ശുശ്രൂഷയിൽ not praying and asking the Lord, ദൈവത്തിൻ്റെ ഹിതം അറിയുന്നില്ല. +2 കഴിഞ്ഞിട്ട് എന്ത് കോഴ്സ് പഠിക്കണം? മൈ ഡിസയർ. അങ്ങനെയാണോ? അതോ യു വിൽ ആസ്ക് ദ ലോർഡ്, ലോർഡ് വാട്ട് കോഴ്സ് ഷുഡ് ഐ സ്റ്റഡി? അത് ഉറങ്ങുന്ന ക്രിസ്ത്യൻ അല്ല, ഉറങ്ങുന്ന ബിലീവർ അല്ല. ഹി ഈസ് അലൈവ് ആൻഡ് ആക്റ്റീവ്. ഡു യു നോ? നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും മൈനർ കാര്യങ്ങളിൽ പോലും ഗോഡ് ഈസ് ഇൻട്രസ്റ്റഡ്. ആരെ കല്യാണം കഴിക്കണം? God is interested to guide you. ദൈവത്തോട് ചോദിക്കുമ്പോൾ ഉറങ്ങുന്ന വിശ്വാസി എന്ന് പറഞ്ഞാൽ he will go with beauty and money. പാട്ട് കാണും, പ്രസംഗം കാണും. But when it comes to wedding, സൗന്ദര്യം, പണം, ഈ 2 കാര്യമുള്ളൂ. He is like the world. When it comes to examination, എക്സാമിനേഷൻ ഹോളിൽ കയറുമ്പോൾ ഉറങ്ങുന്ന വിശ്വാസി അറിയണമെങ്കിൽ എക്സാമിനേഷൻ ഹാള് നല്ല ഒരു സ്ഥലമാണ്. ഉറങ്ങുന്ന വിശ്വാസി അറിയാം. അവിടെ പാട്ടില്ല, അവിടെ പാസ്റ്റർ ഇല്ല. ഉറങ്ങുന്ന വിശ്വാസിക്ക് ഒറ്റ ഡിസയറേ കാണത്തുള്ളൂ, എനിക്ക് എങ്ങനെയെല്ലാം കുറച്ചുകൂടെ മാർക്ക് വേണം. ഇൻവിജിലേറ്റർ വെളിയിൽ പോകുന്ന സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിച്ചു പറഞ്ഞ് എഴുതും. അവിടെ എത്തിക്സും ഇല്ല, അവിടെ സ്പിരിച്വാലിറ്റി ഇല്ല, സ്പീക്കിംഗ് ഇൻ ടങ്സും ഇല്ല. ഹി വാണ്ട്സ് ടു ഗെറ്റ് ദെയർ മോർ മാർക്സ് ബൈ ഹുക്ക് ഓർ ക്രൂക്ക്. എഴുന്നേറ്റ വിശ്വാസി ആരെന്നറിയോ? ദൈവത്തിൻ്റെ ഹിതം എല്ലാത്തിലും തിരിച്ചറിയുന്നയാൾ. ഏത് കോഴ്സ് പഠിക്കണം? യോർ വിൽ. എക്സാമിനേഷൻ തോറ്റുപോയാലും യോർ വിൽ, യോർ നെയിം ബി ഗ്ലോറിഫൈഡ്. യോഹന്നാന്റെ സുവിശേഷം 6:38 വാക്യത്തിൽ യേശുവിനെ കുറിച്ച് പറഞ്ഞിരിക്കുകയാണ്, ജീസസ് ഹാസ് കം ടു ദ വേൾഡ് നോട്ട് ടു ഡു ഹിസ് വിൽ ബട്ട് ടു ഡു ദ വിൽ ഓഫ് ദ ഫാദർ ഹു സെന്റ് ഹിം. അവനെ അയച്ചവന്റെ ഇഷ്ടം ചെയ്യാനാണ് യേശു വന്നത്. വിശ്വാസികളോട് പൗലോസ് പറയുക, ദിസ് ഇസ് ദ ക്രക്സ് ഓഫ് ക്രിസ്ത്യാനിറ്റി ആൻഡ് വെൻ ഇറ്റ് കംസ് ടു സ്പിരിച്വാലിറ്റി ദിസ് ഇസ് ദ കോർ തിങ്.
when we surrender ourselves, എൻ്റെ ഹിതം നടക്കരുതേ, ലോർഡ് യുവർ വിൽ. മലയാളത്തിലൊരു നല്ല പാട്ടുണ്ട്, എൻ്റെ ഹിതം പോലെ നടത്തരുതേ, അങ്ങയുടെ ഹിതം പോലെ നയിക്കണമേ, ജീവിതപാതയിൽ അങ്ങേ പ്രസാദിപ്പിപ്പാൻ. ആ ഒരു കാര്യമാണ് എനിക്ക് നിങ്ങളോട് ഇന്ന് പറയാൻ എൻ്റെ ഉള്ളിൽ പ്രേരണ. How is your life, personal life? Do you have the habit of asking the Lord on a daily basis? Are you a Christian, a believer who is awake to God, not just on Sunday? ഞായറാഴ്ച മാത്രമല്ല, തിങ്കളാഴ്ച മുതൽ, Lord, what pleases you? I want that to happen in my life. He is not a sleeping Christian. He is a Christian, a believer who is awake to God. എഴുന്നേറ്റിരിക്കുകയാണ് ദൈവത്തിൻ്റെ ഹിതം അറിയാൻ. ഈ പാസേജിൽ നിന്നും ഉറങ്ങുന്നയാളെ നല്ലതായിട്ട് പൗലോസ് ആവിഷ്കരിച്ചിട്ടുണ്ട് വിത്ത് 2 words. ആ 2 വാക്കുകൾ വേഗത്തിൽ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാം. In chapter 5:7 and in chapter 5 verse 11, 5ന്റെ 7ാമത്തെ വാക്യം ശ്രദ്ധിക്കൂ. ഉറങ്ങുന്നവൻ എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ ഹിതം ഇഷ്ടപ്പെടാത്തവൻ എന്ന് ഞാൻ പറഞ്ഞു. വ്യർത്ഥബുദ്ധി, അന്ധബുദ്ധി അത് പറഞ്ഞു. പക്ഷെ കുറച്ചുകൂടെ ആഴമുള്ളൊരു വാക്കുണ്ട്. 2 പ്രാവശ്യം പൗലോസ് അത് ഉപയോഗിച്ചു. അതുകൊണ്ടെന്ന് പറഞ്ഞല്ലേ 5:14 തുടങ്ങുന്നത്. അതുകൊണ്ട് ഉറങ്ങുന്നവനെ, ഏതുകൊണ്ട് ചർച്ചിലുള്ള എഫെസസിലുള്ളവർ എന്ത് ചെയ്തു? അത് എഫെസസിലെ മാത്രം പ്രശ്നമല്ല, ഇന്നത്തെ കാലഘട്ടത്തിലും ബാംഗ്ലൂരിലും കേരളത്തിലും എല്ലായിടവും ചാപ്റ്റർ 5:7 and 5:11 is still relevant. എന്താ 5ന്റെ 7ാമത്തെ വാക്യം? നോക്കിയേ, എല്ലാവരും ശ്രദ്ധിച്ചു നോക്കിയേ. നിങ്ങൾ അവരുടെ കൂട്ടാളികൾ ആകരുത്. If you don't mind underlying in your Bible, you must underline ആ വാക്ക് കൂട്ടാളികൾ. എന്താ അതിൻ്റെ അർത്ഥം? Co-partakers with the dark world, with the unbelieving world. ഒരു പാർട്ട്ണർഷിപ്പിൽ എന്ന് പറഞ്ഞ പൗലോസിന്റെ അർത്ഥം എന്താണെന്നറിയാം? You have a calling to be different. നിങ്ങൾ അവരുടെ കൂടെ ഒരു സമ്പർക്കത്തിൽ, കോ-പാർട്ടേക്കിങ്ങിൽ അവരെ പോലെ ആകരുത്. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ യു ആർ സ്ലീപ്പിംഗ്. നിങ്ങൾ മരിച്ചവരുടെ ഇടയിൽ, ഉറങ്ങുന്നവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽക്കുക എന്ന് പറഞ്ഞാൽ യു ആർ ലൈക്ക് പീപ്പിൾ ഹു ആർ ഡെഡ് സ്പിരിച്വലി. ചർച്ചിൽ വരാത്തവരെ പോലെ ഉള്ളൂ ഞായറാഴ്ച ബിലീവർ, അത്രേ ഉള്ളൂ. ഹൗ സ്ട്രോങ് ദിസ് ഈസ്. കോ-പാർട്ടേക്കിംഗ്. 5:7 കൂട്ടാളികളാകരുത്. എന്നിട്ട് 5:11 നോക്കിയേ. ഇരുട്ടിൻ്റെ നിഷ്ഫല പ്രവർത്തികളിൽ, എന്താ അടുത്ത വാക്ക്? ഇരുട്ടിൻ്റെ നിഷ്ഫല പ്രവർത്തികളിൽ കൂട്ടാളികൾ ആകരുത്. ട്വൈസ്, 2 പ്രാവശ്യം പറഞ്ഞിരിക്കുകയാണ്. ഉറങ്ങുന്ന വിശ്വാസി ആരാ? His only difference is Sunday he goes to the church, but Monday onwards he is co-partaking. He co-participates with the world. ലോകത്തിൻ്റെ എല്ലാ ഇൻഫ്ലുവൻസും അവനിലുണ്ട്. ലോകത്തിൻ്റെ എല്ലാ ഡിസയേഴ്സും അവനിലുണ്ട്. There is no consecrated lifestyle. There is no separated thought pattern. He is like the world. He is a sleeping Christian. ഉറങ്ങുന്നവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽക്കുക എന്ന് പറഞ്ഞാൽ don't co-partake with dead people spiritually. Don't think like people who are dead in their sins and transgression. You be different. ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ if you believe that this chapter 5:14 is for you, you know what will happen? The coming week, God will use you like a light in your particular work where you are in, colleagues in the naduvil, classmates in the naduvil. You will be like a light. You are not co-partaking. You are not co-participating. 5:13 വാക്യത്തിൽ കണ്ട പോലെ വെളിച്ചത്താൽ ബോധം വരും എന്ന് പറഞ്ഞതുപോലെ God is going to use you to throw light into the dark world. മറ്റുള്ളവർക്ക് നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ കാണുമ്പോൾ മനസ്സിലാവും, wow man, now I know how God is like. ദൈവം എങ്ങനെയാ? ദൈവത്തെ കണ്ടോ? ദൈവത്തെ കണ്ടിട്ടില്ല. പക്ഷേ ഞാൻ മനോജിനെ കണ്ടു, ഞാൻ സൂരജിനെ കണ്ടു. His lifestyle, he doesn't partake with the world. He represents God. നോക്കിക്കേ, ശ്രദ്ധിച്ചു നോക്കിക്കേ.
ഇവിടെ എന്താണെന്നറിയാമോ? ഇത് ഇത്രയും വലിയ ഇഷ്യൂ. ഡോണ്ട് പാർട്ടേക്ക്, കൂട്ടാളികളാകരുത് എന്ന് പറയുന്നത് എന്താണെന്നറിയോ? ബിക്കോസ് ഓഫ് ചാപ്റ്റർ 3 verse 6, 3-ാമത്തെ വാക്യത്തിൽ നമ്മളെ എല്ലാവരെയും കർത്താവ് വിളിച്ചിരിക്കുന്നത് വെള്ളത്തിൽ മുങ്ങി പൊങ്ങി we will all go to heaven എന്ന് പറയാൻ മാത്രമല്ല. In chapter 3 and verse 6, 3-ാമത്തെ വാക്യത്തിൽ ക്രിസ്തുവേശുവിൽ കൂട്ടവകാശികളാകാൻ വേണ്ടിയാണ്. നോക്കിക്കേ, ആൻഡ് വാഗ്ദത്തത്തിൽ പങ്കാളികളാകാൻ വേണ്ടി. നമ്മൾ ക്രിസ്തുവേശുവിനോടാണ് കോ പാർട്ടിസിപ്പേറ്റ് ചെയ്യേണ്ടത്. നമ്മൾ ദൈവ സ്വഭാവത്തിൻ്റെ പങ്കാളികളാകണം. 3:6 പറയുക, ലോകത്തിന് കൂട്ടാകരുത്, ലോകത്തിൻ്റെ കൂട്ട് ബിസിനസ്സിന് പോകരുത്, നിങ്ങൾ ദൈവത്തിൻ്റെ കൂട്ടിന് പോകണം. കോ പാർട്ടിസിപ്പേറ്റ് വിത്ത് ഗോഡ്. ദാറ്റ് ഈസ് യുവർ കോളിംഗ്. അതുകൊണ്ടാണ് ഈ സന്ദേശം ഞാൻ അവസാനത്തിലേക്ക് കൊണ്ടുവരിക. ശ്രദ്ധിക്കണം. 5-ാം അധ്യായം 8 എന്താണെന്നറിയാമോ പറഞ്ഞിരിക്കുന്നത്? അതുകൊണ്ട് ഉറങ്ങുന്നവനെ എന്ന് പറയാൻ കാര്യം എന്താണെന്നറിയാമോ? 5:8 പറയുക, മുമ്പേ നിങ്ങൾ ഇരുട്ടിലായിരുന്നു എന്നല്ല, മുമ്പേ നിങ്ങൾ ഇരുളായിരുന്നു. നമ്മളെല്ലാവരും we were in darkness, not knowing what pleases the Lord. ദൈവത്തിന്റെ കൂട്ടവകാശികളല്ല. we are not co-partaking with God. we were darkness. എന്നാൽ ഇപ്പോൾ ചർച്ചിൽ വന്നപ്പോ, രക്ഷിക്കപ്പെട്ടപ്പോ, സ്നാനപ്പെട്ടപ്പോ, അവിടെ നോക്കിയേ 5-ാം അധ്യായം 8, മുമ്പേ നിങ്ങൾ ഇരുട്ടിലായിരുന്നു, ഇപ്പോൾ നിങ്ങൾ വെളിച്ചമാകുന്നു. This coming week you are like a light going into the world. ഈ ഞായറാഴ്ച കഴിഞ്ഞിട്ട് കർത്താവിൻ്റെ വരവ് താമസമാണെങ്കിൽ we will see only next week. ചർച്ചിൽ നിങ്ങൾ വരുന്നത് അടുത്ത ആഴ്ചയിലേ വരത്തുള്ളൂ. But God is sending you as light. മുമ്പേ നിങ്ങൾ ഡാർക്ക്നെസ് ആയിരുന്നു. എവിടെ? ചിന്തകളിൽ ഡാർക്ക്. There was no God element there. പക്ഷെ ഇപ്പോ വെളിച്ചമായി എന്ന് പറഞ്ഞാൽ you know what pleases the Lord. ദൈവത്തിന് പ്രസാദമുള്ളത് എന്താണെന്ന് തിരിച്ചറിഞ്ഞവർ, ദൈവത്തിൻ്റെ പ്രസാദത്തിൻ്റെ ജീവിതം നയിച്ചുകൊണ്ട് കോളേജിൽ പോകുമ്പോൾ, സ്കൂളിൽ പോകുമ്പോൾ, റിലേറ്റീവ്സിൻ്റെ ഇടയ്ക്ക് പോകുമ്പോൾ, നിങ്ങൾ എഴുന്നേറ്റവരായതുകൊണ്ട്, ഉയർത്തെഴുന്നേറ്റപ്പെട്ടവരായി, മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേറ്റ് ജീവിക്കുന്നവരായിരിക്കുന്നത് കൊണ്ട് there will be life when you go to dark places. I want to challenge you today. Ask the Lord, Lord, make me like a light in dark places. In my university campus, make me like a light. When I walk through the campus, I don't want to co-participate with darkness. ഇരുട്ടിനോട് എനിക്ക് co-partaking വേണ്ട. I want to partake with your life. ദൈവത്തിൻ്റെ ജീവൻ എനിക്ക് പാർട്ടേക്ക് ചെയ്യണം. I want to be a light in the campus. I want to be a light in the company that I am working. I want to expose darkness and I want to show how God looks like to the dark world. ഒരു നിമിഷം പ്രാർത്ഥിക്കാമോ? നമ്മൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാൻ പോവുക. എല്ലാ ഉറക്കവും മാറട്ടെ, എല്ലാ അലസതയും മാറട്ടെ. Co-partaking, we partner with God, not with the world. കർത്താവേ, ഈ വചനം കേൾക്കുന്ന എല്ലാവരിലും ഈ വചനം ജീവനായി വരണമേ, അത് ചൈതന്യമായി വരണമേ. ഹോളി സ്പിരിറ്റിനാൽ അവരുടെ ഉള്ളിൽ ദൈവത്തിന് ഇഷ്ടമുള്ളത് അറിയുവാനുള്ള കൃപ നൽകി കൊടുക്കണമേ. അവർ ലൈറ്റായി. വി വേർ ഡാർക്ക്നെസ്. ഞങ്ങൾ അന്ധകാരമായിരുന്നു, പക്ഷെ ഇപ്പോൾ ഞങ്ങൾ വെളിച്ചമാണ്. ഞങ്ങൾക്ക് ദൈവത്തിൻ്റെ ഇഷ്ടങ്ങൾ അറിയാം. അങ്ങനെ ഞങ്ങളെ ഒരു ദൗത്യവുമായിട്ട് നയിക്കണമേ. വെളിച്ചം പരത്തുവാൻ, വെളിച്ചത്തിലേക്ക് ആൾക്കാരെ കൊണ്ടുവരുവാൻ ഞങ്ങളെ സഹായിക്കണമേ. യേശു കർത്താവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലെസ് യു ഓൾ. നല്ല വചനത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നിങ്ങൾക്ക് ഓരോരുത്തർക്കും അത് അനുഗ്രഹമായി തീർന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഉണരുക, ഉറങ്ങുന്നിരിക്കുന്നവരെ ഉണരുക, മരിച്ചവരിൽ നിന്ന് ഉണരുക. ആ ദൈവത്തിൻ്റെ വചനം നമ്മളിലേക്ക് ആഴമായി പതിച്ചിരിക്കുന്നു. ദൈവത്തിൻ്റെ ഹിതം എന്തെന്ന് തിരിച്ചറിയുന്നവരായി ഉണർന്ന് ദൈവത്തിൻ്റെ ഹിതം ഗ്രഹിക്കുവാൻ ഇടയാകണ. നമ്മുടെ പ്രാർത്ഥന അപ്രകാരമായി തീരട്ടെ. ഇന്നത്തെ വചനം നമുക്ക് അനുഗ്രഹമായി തീരട്ടെ. നമുക്ക് ആ 2 വരികൾ നമുക്ക് പാടാം. ദൈവത്തിൻ്റെ ഹിതം നമ്മളിൽ നിറവേറുവാനും, ദൈവത്തിൻ്റെ ഹിതം പോലെ നമ്മൾ നടക്കുവാനും, തിരുഹിതം മാത്രം നമ്മൾ നടക്കുവാനും നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് ഒരുമിച്ച് ആ 2 വരികൾ നമുക്ക് പാടാം. എൻ്റെ ഹിതം പോലെ നടത്തരുതേ, തിരുഹിതം പോലെ നയിക്കണമേ.
പാതറിടാതെ സ്വർഗഭാവനത്തിലെത്തുവോളവും ജീവിത പാതയിൽ പാതറിടാതെ സ്വർഗഭാവനത്തിലെത്തുവോളവും എൻ്റെ ഇഷ്ടമൊന്നും വേണ്ട പ്രിയനേ, അങ്ങേ ഇഷ്ടമെന്നിൽ പൂർണ്ണമാക്കണേ. എൻ്റെ ഇഷ്ടമൊന്നും വേണ്ട പ്രിയനേ, അങ്ങേ ഇഷ്ടം എന്നിൽ പൂർണ്ണമാക്കണേ. നമുക്ക് കണ്ണുകളെ അടയ്ക്കാം, നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സ്വർഗത്തിലേക്ക് നമ്മുടെ കണ്ണുകളെ ഉയർത്തി നമ്മുടെ അതരങ്ങളെ അവൻ്റെ സന്നിധിയിലേക്ക് താഴ്ത്തി പ്രാർത്ഥിക്കാമോ? നമ്മൾ വീണ് കിടക്കുകയാണെങ്കിൽ, നമ്മൾ ഉണരാതെ നമ്മൾ ഉറക്കത്തിലായിരിക്കുകയാണെങ്കിൽ, ഇന്നത്തെ രാവിലെ പ്രാർത്ഥന ഇപ്രകാരമായിരിക്കട്ടെ: ദൈവമേ, എന്നെ ഉണർത്തണമേ. ആ വീണ് കിടക്കുന്നതെന്നെ കർത്താവേ എന്നെ ഉണർത്തുമാറാകണമേ. അങ്ങയുടെ ഹിതം തിരിച്ചറിയുവാൻ, അങ്ങയുടെ ഹിതം ഗ്രഹിക്കുവാൻ, ബുദ്ധിയില്ലാത്തവരെ പോലെയല്ല കർത്താവ്, ഇരുട്ടിൻ്റെ കൂട്ടാളികളായി തീരുവാനല്ല, വെളിച്ചത്തിൻ്റെ കൂട്ടാളികളായി വെളിച്ചത്തിൽ നടക്കുവാൻ എന്നെയും സഹായിക്കണമെന്ന് എത്ര പേർക്ക് ഇന്ന് പ്രാർത്ഥിക്കാൻ കഴിയും? നമുക്ക് ഒരുമിച്ച് കണ്ണുകളെ അടച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഈ നല്ല രാവിൽക്കായി സ്തോത്രം ചെയ്യുന്നു കർത്താവേ. ഈ രാവിലെ കർത്താവേ ഞങ്ങളുടെ കൂടെ കർത്താവേ അങ്ങ് ഉണ്ടാതനായി സ്തോത്രം. അങ്ങയുടെ സാന്നിധ്യത്താൽ ഞങ്ങളെ നിറച്ചതനായി അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു കർത്താവേ. പ്രത്യേക ഞങ്ങൾ കേട്ട ദൈവത്തിൻ്റെ വചനത്തിലേക്ക് ഞങ്ങളെ തന്നെ താഴ്ത്തുന്നു കർത്താവേ. ഞങ്ങൾ കർത്താവേ ഇരുളായിരുന്നു കർത്താവേ, എന്നാൽ കർത്താവേ ഞങ്ങളെ വെളിച്ചമാക്കിയ അങ്ങയുടെ വലിയ ദയക്കായി സ്തോത്രം. എന്നാൽ പലപ്പോഴും ഞങ്ങൾ കർത്താവേ ഉറങ്ങുന്നവരായി പോലെ ആയിത്തീർന്നു കർത്താവേ. പലപ്പോഴും ഞങ്ങൾ കർത്താവേ മരിച്ചവരുടെ ഇടയിൽ കർത്താവേ ഇരുട്ടിൻ്റെ കൂട്ടാളികളായി തീർന്ന അവസ്ഥ ഉണ്ടായിട്ടുണ്ട് കർത്താവേ. എന്നാൽ ഇന്ന് രാവിലെ ഒരു മടങ്ങി വരവിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഞങ്ങൾ മടങ്ങി വരുന്നു കർത്താവേ. ഞങ്ങൾക്ക് കർത്താവേ ഉറങ്ങണ്ട കർത്താവേ, ഉണർന്ന് കർത്താവേ അങ്ങയുടെ ഹിതമെന്ന് തിരിച്ചറിഞ്ഞ് അങ്ങയുടെ ദൈവരാജ്യത്തിന് വേണ്ടി കർത്താവേ പ്രയോജനമുള്ളവരായി തീരുവാൻ ഞങ്ങളെ സഹായിക്കുമാറാകണമെന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു കർത്താവേ. കർത്താവെ ശുശ്രൂഷിച്ച കർത്താവെ അങ്ങയുടെ ദാസനായി സ്തോത്രം. കർത്താവെ അങ്ങയുടെ ദാസനെ അങ്ങ് കർത്താവെ അഭിഷേകത്താൽ നിറയ്ക്കുമാറാകണമേ, അങ്ങ് മറയ്ക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇത് ശ്രവിച്ച ഓരോ വ്യക്തി ജീവിതങ്ങളെയും കർത്താവെ അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു കർത്താവെ. ഈ വരും ദിവസങ്ങളിൽ കർത്താവെ അവരുടെ ജീവിതത്തിലൊരു മാറ്റമുണ്ടാകുവാൻ കർത്താവെ ഈ വചനം കർത്താവെ അവരുടെ ജീവിതത്തിൽ, അവരുടെ കുടുംബത്തിൽ, അവരായിരിക്കുന്ന മേഖലയിൽ കർത്താവെ ഒരു മാറ്റം വരുവാൻ ഇടയാക്കുമാറാകണമേ എന്ന് അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥനയും യാചനയും കേട്ടതായി സ്തോത്രം. വേഗം വരുന്ന പൊന്നേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും പരിശുദ്ധാത്മാവിൻ്റെ കാവലും നാം പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങളോടും സകല ലോകത്തിലുള്ള എല്ലാ വിശ്വാസികളോടും വിശുദ്ധന്മാരോടും കൂടെ ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. ഹാ 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 ഹല്ലേലൂയ. ഹാ 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 ഹല്ലേലൂയ. 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 Amen. Thank you so much. God bless you all.